ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൽഹിയിലത്തെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെ ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതെ, നമ്മുടെ മന്ത്രിമാരും മിനിസ്റ്റർമാരൊക്കെ ഉള്ള ഈ കാണുന്നത് നമ്മുടെ രാജ്നാഥ് സിംഗിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് എം പിമാരും പിന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ താമസിക്കുന്ന ആ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. അപ്പോൾ പറയണ്ടല്ലോ, അതിൻ്റേതായ സെക്യൂരിറ്റി ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പോകുന്നത് ഇതേപോലെ നമ്മുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്കാണ്. അതെ, ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന ആ ഒരു വീട് ഇപ്പോഴും അതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് എന്നോട് ഗുരുവേന്ദ്രഭായ് പറഞ്ഞത്. അപ്പോൾ പിന്നെന്താ, ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് അവിടെ തന്നെ പോകാം. ഞാനിവിടെ എത്തി. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ എന്നാണ് ഇതിൻ്റെ പേര്. അകത്തേക്ക് കയറുമ്പോൾ നല്ല സെക്യൂരിറ്റിയാണ്. മൊബൈൽ മാത്രമേ കടത്തി വിടുള്ളൂ, വേറെയുള്ള ഒരു സാധനങ്ങളും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഇത്രയും മനോഹരമായൊരു വ്യൂ ആണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1917 ജനിച്ചിട്ട് 1984 ഒക്ടോബർ 31 അവരുടെ അംഗരക്ഷകരുടെ വെടിയേറ്റിട്ട് അവർ മരിച്ചത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയാണ് ഇത് ഉണ്ടായത്. എന്തായാലും ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇനി അകത്ത് കയറി കാര്യങ്ങൾ കാണാം. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ വാർത്തയാണ് കയറുമ്പോൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി, ഇവർ 3 പേരുമാണ് ഇന്ത്യയിൽ 3 വട്ടം നമ്മളെ ഭരിച്ചിട്ടുള്ള പ്രൈം മിനിസ്റ്ററായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അകത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ അത്രയും ഇന്ത്യക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഉരുക്കു വനിത എന്നാണ് ഇവരെ വിളിക്കാറെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഒരുപാട് മെഡലുകൾ, സമ്മാനങ്ങൾ, അങ്ങനെയുള്ള ആരെന്ത് കൊടുത്താലും അതൊക്കെ ഇവർ അതുപോലെ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാതും ഇപ്പോഴും ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നുമുണ്ട്. പിന്നെ അന്നത്തെ കാലത്തെ പത്രങ്ങളിൽ വന്നിരുന്ന പ്രധാനമായ വാർത്തകൾ, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മാറ്റങ്ങൾ, അതെല്ലാം വിശദമായി എല്ലാ ഭാഷയിലുള്ളത് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് തോൽവിയും ജയങ്ങളും മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യങ്ങളും കണ്ടോ. മാതൃഭൂമി അന്നും ഇന്നും സ്റ്റാറാണെന്ന് തോന്നുന്നു. മാതൃഭൂമിയുടെ ഒരുപാട് വാർത്തകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോഴുള്ള തലക്കെട്ടുകളൊക്കെ കാണാനുണ്ട്. അമൃത, ബസാർ പത്രിക, അങ്ങനെ ഒരുപാട്. തമിഴൊക്കെ ഉണ്ട്, തമിഴ് വായിക്കാറില്ല. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടില്ലേ. ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. അന്നത്തെ പൊളിറ്റിക്കൽ കാർട്ടൂണുകൾ, പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇനി കണ്ടോ. അവരുടെ പാത്രങ്ങൾ കണ്ടോ, അവർ ഉപയോഗിച്ചിരുന്ന ചെറിയ ചെറിയ ഐറ്റംസ് വരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതവർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴുള്ള ആ ഒരു പേപ്പറാണ് കേട്ടോ. പിന്നെ ബൈനോക്കുലർ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും A to Z. ഇവിടെ വരുമ്പോൾ തന്നെ ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ്. ഇത് അടുത്ത വട്ടം പ്രധാനമന്ത്രി ആയപ്പോൾ ഉള്ള ഇത് അവർ മരിച്ച സമയത്ത് ഉടുത്തിരുന്ന ആ ഒരു സാരിയും ബാഗും അവരുടെ ചെരുപ്പും എല്ലാം അതേപോലെ ആ രക്തക്കറയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ അവർ അതേപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള കാര്യം നമുക്കിവിടെ കാണാൻ. കണ്ടോ, ചെറിയ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചിരുന്ന ബോക്സ്, പെട്ടികൾ, കൊള്ളാം എന്തായാലും. പിന്നെ ഇവിടെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഇത്തിരി ഇതാണ്. അപ്പോൾ ഞാൻ മൊബൈലിലാണ് എടുത്തത്. നിങ്ങൾ ക്യാമറയൊന്നും ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഡൽഹിയിൽ വരുമ്പോൾ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു സ്പോട്ടാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അവരുടെ മകനായ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഇതേ വീട്ടിലാണ് താമസിച്ചിരുന്നത്. രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, കമ്പ്യൂട്ടർ, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബെഡ്റൂം, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇനി നമുക്ക് കാണാനുണ്ട്. ഇത് സോണിയാഗാന്ധി കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഫോട്ടോസൊക്കെയാണ് തോന്നുന്നു. സോണിയാഗാന്ധി ഉണ്ടോ, അന്നത്തെ പഴയ സോണിയാഗാന്ധിയാണിത്. ഇപ്പോൾ സോണിയാഗാന്ധിയൊക്കെ പ്രായമായി. അപ്പോൾ ഇതൊക്കെ രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളുടെ ഒരു കളക്ഷൻ കൂടിയുണ്ട്. ഈ കാണുന്നത് ഇന്ദിരാഗാന്ധിയൊക്കെ ഉപയോഗിച്ചിരുന്ന അവരുടെ ഓഫീസ് സ്പേസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതും പിന്നെ ലൈബ്രറിയും കൂടിയ റൂമാണിത്. അവിടെ പഴയ ടി വിയൊക്കെ കാണാനുണ്ട് കണ്ടോ. ഇതൊന്നും ആ കാലത്തൊന്നും നമുക്ക് കാണാനോ വരാനോ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ കാണാനുള്ള അവസരം ഉണ്ടപ്പോൾ നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുക. ഇത് അവരുടെ ഡ്രസ്സിങ് റൂമായിരുന്നു കേട്ടോ. സാരി, അന്നത്തെ വസ്ത്രങ്ങളൊക്കെ അതേപോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൂജാമുറിയിൽ എല്ലാ മതസ്ഥരുടെയും പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവർ അതുപോലെ ഉപയോഗിച്ചിരുന്നു, പഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതാണ് അവരുടെ ബെഡ്റൂം. ഇന്ദിരാഗാന്ധി യൂസ് ചെയ്തിരുന്നത്. കട്ടിലൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഒരു പായ കയ്യിൽ വിരിച്ചിട്ട് കാണാനുണ്ട്.
എന്തായാലും നല്ലൊരു വ്യൂ ആണ്. റൂമിൽ നിന്നായാലും എങ്ങനെയാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ഒരു ഗംഭീര കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ കാണുന്നത് വിദേശത്ത് നിന്നും അതുപോലെ തന്നെ വലിയ വലിയ അധികാരികളൊക്കെ വരുമ്പോൾ അവർ ചർച്ചകളൊക്കെ നടത്തിയിരുന്ന ഒരു ലിവിങ് റൂം പോലെ ഉപയോഗിച്ചിരുന്ന ഒരു റൂമാണ് കേട്ടോ. വിശാലമായ റൂം തന്നെയാണ്. പിന്നെ ഈ കാണുന്നത് ചെറിയൊരു ഡൈനിങ് ഹാൾ ഉണ്ട്, അവിടെ ഭക്ഷണം കഴിക്കുന്നതിന് അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡൈനിങ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ എന്തായാലും ഈ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്നൊരു വീടാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു ഇവർ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി താമസിച്ച ആ ഒരു വീട്ടിൽ വരാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സന്തോഷം തന്നെയുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഞാൻ മൊത്തം ഇവിടുത്തെ പൂന്തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി. പുറത്ത് മനോഹരമായൊരു ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഈ ടൗണിൻ്റെ നടുക്കിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. പക്ഷെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ഒരുപാട് മരങ്ങൾ ചുറ്റുപാടും കിടക്കുന്ന ഈ ഒരു വീട്ടിൽ നല്ലൊരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ കാണുന്ന ആ മുന്നിൽ നിന്ന് നടന്നു വന്ന് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിയെ അവരുടെ അംഗരക്ഷകരായ 2 സിഖ് വംശജർ വെടിവെച്ച് അവർ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളിപ്പോഴും നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കല്ല് പതിച്ച ആ ഒരു ഭാഗത്താണ് ഇന്ദിരാഗാന്ധി മരിച്ച് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും മോശം ഓർമ്മകളുമായുള്ള പല കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കോമ്പൗണ്ടാണിത്. അപ്പോൾ എന്തായാലും ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇന്നും ഗവൺമെൻറ് ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിന് കുറച്ചപ്പുറത്തായിട്ടുള്ളൊരു ഭവനത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു പ്രധാനമന്ത്രിയുടെ ഭവനം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് സൊവനിയറായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയ്ക്കായി ഇവിടെ വന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഡൽഹി വരുമ്പോൾ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു ഹിഡൻ സ്പോട്ടാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന മല കണ്ടോ, ഇത് മലയല്ല, വേസ്റ്റ് കൂമ്പാരമാണ്. ഡൽഹിയിൽ ഇങ്ങനെ ഒരുപാട് മലകൾ കാണാം, പക്ഷേ ഇതൊന്നും മലയല്ല. ഇതിനിവർ ഒരു സൊല്യൂഷനും ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ പുറത്ത് മേലെ ഫുള്ള് പക്ഷികൾ വട്ടിട്ട് പറക്കുക, ഡംപിങ് ഗാർബേജ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇനിയും ഒരുപാട് ഇങ്ങനത്തെ ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.